ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് ഡിഗ്രി ആൻഡ് റേഡിയൻ്റ് എന്താണെന്നുള്ള പഠിക്കാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ആംഗിൾസിനെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും എന്താണെന്ന് നോക്കാം. ഡിഗ്രി മെഷർ, അപ്പോൾ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ എടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഗ്രീനെ നമ്മളെന്താണ് ഡിഗ്രി അത് നമ്മൾ എഴുതുക എങ്ങനെയാണ്, ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ നമ്മൾ റീഡ് ചെയ്യുക 1 ഡിഗ്രി എന്നാണ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് ഡിവൈഡഡ് ഇൻറ്റു എന്താണ് ഡിവൈഡഡ് ഇൻറ്റു 60 മിനിറ്റ് ആക്കുന്നു. 60 മിനിറ്റ് ആക്കുന്നുണ്ട്. അപ്പം 1 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു 60 മിനിറ്റ് എന്ന് എഴുതാം. 60 മിനിറ്റ് എന്ന് എഴുതാം. ഇങ്ങനെ മേലെ ഒരു വര ഇട്ടിട്ട് ആൻഡ് എന്താണ് നമ്മൾ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. ആൻഡ് നമ്മൾ പിന്നെ എന്താണ് ഈ 1 മിനിറ്റിന് നമുക്ക് വീണ്ടും എന്താക്കുക, 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. അതിന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഇങ്ങനെയാണ് 1 സെക്കൻഡ് ഡിഗ്രി 60 സെക്കൻഡ് എന്ന് എഴുതുന്നു. ഇത് ഒരു ഇതളക്കാനുള്ള ഒരു മെത്തേഡാണ്. 60 മിനിറ്റ് ആൻഡ് 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഇനി നമ്മൾ അടുത്തത് എന്താണ് ഡിഗ്രി. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് നോക്കി നോക്ക്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്താണ് ഇത് O, ഇത് A എന്നെടുത്തു A. ആൻഡ് ഇപ്പോൾ ടെർമിനൽ സൈഡ് ഇനീഷ്യൽ സൈഡ് ഒന്നിൻ്റെ അതേ മോളാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ വരുമ്പോൾ അതായി വരുമ്പോൾ എന്താണ് ഇവിടെ 360 ഡിഗ്രി വരും. പിന്നെന്താണ് ടെർമിനൽ സൈഡും ഇവിടെ O A B. ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടം വരെ വരുമ്പോൾ എന്താണ് 180. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രീസ് നമുക്ക് 360 ഡിഗ്രി, 180 ഡിഗ്രി, 420 ഡിഗ്രി, അങ്ങനെ നമുക്ക് 420 ഡിഗ്രി, 30 ഡിഗ്രി, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഡിഗ്രി മെഷർ ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് എന്താണ്, അടുത്തൊരു മെത്തേഡാണ്. അതായത് ആംഗിൾ മെഷർ ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് എന്തെന്ന് റേഡിയൻ മെഷർ. അതായത് റേഡിയൻ മെഷർ. ഇപ്പോൾ റേഡിയൻ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ എന്താണ് 1 റേഡിയൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു സർക്കിൾ എടുത്തു. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ. ഈ സെൻറ്ററിൽ നിന്ന് 1 യൂണിറ്റ് റേഡിയസ് ആണ് വരുന്നത്. അതായത് റേഡിയസിൻ്റെ അളവ് 1 യൂണിറ്റ് ആണ്. അത് ഈ റേഡിയസിൻ്റെ നമ്മൾ അതേപോലെ തന്നെ 1 യൂണിറ്റ് എന്തെടുക്കുക, ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി ആർക്ക് ലെങ്ത് നമ്മൾ 1 യൂണിറ്റ് എടുത്തു. ഇത് 1 യൂണിറ്റ്, ഇതും എന്താണ് 1 യൂണിറ്റ് ആണ്. എന്നിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ലൈന് ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 റേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 റേഡിയൻ്റ്. അത് 1 റേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റേഡിയൻ്റ് അല്ല റേഡിയൻ. അതായത് 1 റേഡിയൻ എന്ന് പറയുന്നത് എന്താണ് 1 യൂണിറ്റ്. ആൻഡ് 1 റേഡിയൻ എന്ന് പറയുന്നത് 1 യൂണിറ്റ് റേഡിയസിൽ നമ്മൾ അവിടുന്ന് റേഡിയസിലെ റേഡിയസ് എടുത്തു. അവിടുന്ന് നമ്മൾ 1 യൂണിറ്റ് തന്നെ എന്താണ് ആർക്ക് എടുത്തു. ആ ലൈന് തമ്മിൽ ഒരു കോണാകൃതിയിൽ നമ്മൾ ഇതാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു കോണാകൃതിയിലുള്ള ഒരു ഇത് ഷേപ്പ് കിട്ടും. ആ മെഷറിനെ, ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 റേഡിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് വേറൊരു ഇതെടുത്തു. നമ്മൾ ഇവിടെ ഒരു ഇതെടുത്തു. ഇവിടെ നമ്മൾ എന്താണ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് 1 റേഡിയൻ വന്നു. ഇനി നമ്മൾ ഇവിടുന്ന് എന്താണ് റേഡിയസ് 1.5 എടുക്കുകയാണ്. എന്താ അതേപോലെ തന്നെ നമ്മൾ എന്തെടുക്കണം 1.5 ആർക്ക് ലെങ്ത്തും എടുത്ത് ഇങ്ങനെ ആക്കിയെടുത്തു. ഇങ്ങനെ ഒരു ലൈന് വരച്ചു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് 1.5 റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് -1 റേഡിയനും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് റേഡിയൻ എന്നും പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റേഡിയൻ എന്ന് പറയുന്നത്. 2 അളവ് പഠിച്ചു. ഡിഗ്രി മെഷേഴ്സും റേഡിയൻ മെഷേഴ്സും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇനി അടുത്തത് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് മെഷർ. അതായത് റിലേഷൻ ബിറ്റ്വീൻ അപ്പം നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ.
ഡിഗ്രി ആൻഡ് റേഡിയൻ എന്ന് വന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ 2π റേഡിയൻ, അതായത് ഫുൾ സർക്കിളിൻ്റെ ഇത് വരുമ്പോൾ എന്ത് വരും, അതിൻ്റെ റേഡിയൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. 2π റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്, ഫുൾ റൊട്ടേഷൻ എടുക്കുമ്പോൾ 360 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം നമുക്ക് 2π റേഡിയൻ ഈക്വൽ ടു 360 ആണ്. അപ്പം നമുക്ക് പൈ റേഡിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, പൈ റേഡിയൻ ഈക്വൽ ടു എന്താണ് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 180 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ 180 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അന്നേരം അപ്പം നമുക്ക് 1 റേഡിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താം, 1 റേഡിയൻ ഈക്വൽ ടു എന്താണ് 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് വന്നു. ഇനി നമുക്ക് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ റേഡിയൻ എന്ന് വന്നു. ഇനി നമുക്ക് 180 ഡിഗ്രി ഈക്വൽ ടു എന്താണ് പൈ റേഡിയൻ ആണെന്ന് അറിയാമല്ലോ. പൈ റേഡിയൻ ഇത് പഠിച്ചാൽ നമുക്ക് റേഡിയനിലും ഡിഗ്രിയിലും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വേഗം കഴിയും. 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ ആണ്. അപ്പം നമുക്ക് 1 ഡിഗ്രി ഈക്വൽ ടു എന്തെടുക്കാം, പൈ ബൈ 180 ഡിഗ്രി ഇൻറ്റു എന്താണ് റേഡിയൻ എന്ന് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിഗ്രീനെ റേഡിയനിലും ഡിഗ്രിയിലേക്ക് മാറ്റാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയാണെന്നല്ലോ. അപ്പോൾ നമുക്ക് പൈ ഈക്വൽ ടു എന്താണ്, പൈ ഈക്വൽ ടു 1 ഇവിടെ കിട്ടി. എന്താണ് പൈ റേഡിയൻ ഈക്വൽ ടു 180 ആണെന്നറിയാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഉള്ള ഡിഗ്രീസും റേഡിയനും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഡിഗ്രി എടുക്കാം, ഡിഗ്രി നമുക്ക് റേഡിയനും എടുക്കാം. നമ്മളെന്താണ് ഇവിടെ നമുക്ക് 30 ഡിഗ്രി നമുക്കറിയുന്ന ഡിഗ്രീസൊക്കെ നമ്മളിവിടെ എഴുതുകയാണ്. 30 കഴിഞ്ഞാൽ നമുക്ക് 45 ഡിഗ്രി വേണം, പിന്നെ നമുക്ക് എന്താണ് 60 ഡിഗ്രി വേണം, പിന്നെ 90 ഡിഗ്രി, എന്താണ് 180 ഡിഗ്രി, പിന്നെ എന്താണ് 270 ഡിഗ്രി, പിന്നെ നമുക്കെന്താണ് വേണ്ടത് 360 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പോൾ നമുക്ക് 180 ഡിഗ്രി നമ്മൾ 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയൻ ആണെന്നറിയാം. അപ്പോൾ റേഡിയനിൽ അത് എന്തായിരിക്കും, പൈ ആയിരിക്കും. അപ്പോൾ ഈ 90 എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത് അല്ലേ. അതായത് 180ൻ്റെ ഹാഫ് ആണ് 90 വരുന്നത്. അപ്പോൾ എന്താണ് റേഡിയനിലാക്കുമ്പോൾ എന്താണ് പൈ ബൈ 2 വരും, പൈ ബൈ 2. അതേപോലെ തന്നെ 60 എന്ന് പറയുമ്പോൾ എന്താണ് ഡിവൈഡഡ് ബൈ 3 ആണ്, 180 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ റേഡിയനിലേക്ക് അത് മാറ്റുമ്പോൾ എന്ത് വരും, പൈ ബൈ 3 എന്ന് വരും. ഇനി 45 എന്ന് പറയുന്നത് എന്താണ്, 180 ഡിവൈഡഡ് ബൈ 4 ആണ്. അതായത് ഇതിൻ്റെ ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതെന്ന് പറയുന്നത് പൈ ബൈ 4 എന്ന് വരും. ഇനിയിപ്പോൾ 30 എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത്. അപ്പോൾ പൈ ബൈ 6 എന്ന് വരും. അപ്പോൾ ഇത്രയും ഭാഗം കിട്ടിയാൽ, അതായത് 180 നമുക്ക് ഓൾറെഡി അറിയാം പൈ ഡിഗ്രി ആണെന്ന്, പൈ റേഡിയൻ ആണെന്ന് അറിയാം. അപ്പോൾ 90 180ൻ്റെ ഹാഫാണ്. അപ്പോൾ പൈ ബൈ റേഡിയനിലാക്കുമ്പോൾ പൈ ബൈ 2, 60 പൈ ബൈ 3, 45 പൈ ബൈ 4 ആൻഡ് 30 വരുമ്പോൾ പൈ ബൈ 6. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എടുക്കാം, പൈ ബൈ 2, 3, 4 പൈ ബൈ 4, പിന്നെ 5 ഇല്ല, നമുക്ക് പൈ ബൈ 6. അപ്പോൾ ഇത് എളുപ്പത്തിൽ പഠിക്കാമല്ലോ. ഇനി 270 നമുക്ക് എങ്ങനെയാണ്, ഈ 180 വെച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിലാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 180 വെച്ചിട്ട് നോക്കുമ്പോൾ 180നെ നമുക്ക് എന്ത് ചെയ്താലാണ് 270 കിട്ടുന്നത്, 180നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 270 കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 3π, അതായത് പൈനെ 3 കൊണ്ട് 3 ബൈ 4, 3 ബൈ 2, അതായത് 270നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, 180നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 270 കിട്ടുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ റേഡിയനിലാക്കുമ്പോൾ അതേപോലെ തന്നെ 3/2 കൊണ്ട് പൈനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 360 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π ഈക്വൽ ടു 360 ആണെന്ന് നമ്മൾ ആദ്യം നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതായത് 2π ഈക്വൽ ടു 360 റേഡിയൻ, 360 ഡിഗ്രി. സോ അപ്പോൾ നമുക്കിവിടെ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് എഴുതാം, 2π എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ഡിഗ്രിയും ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിഗ്രിയിൽ തന്ന വാല്യൂവിനെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റാൻ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ഡിഗ്രി മെഷേഴ്സൊക്കെ കഴിഞ്ഞാൽ ഡിഗ്രി മെഷേഴ്സ് റേഡിയൻ മെഷറിലേക്ക് മാറ്റുന്നതൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എക്സാമ്പിൾസും എക്സസൈസും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതായത് ഇപ്പം ഡിഗ്രീനെ നമുക്ക് എങ്ങനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സസൈസ് നമുക്ക് 3.1 എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ കണ്ടിന്യൂസ് അടുത്ത ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.